ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിളും അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് ബേസിക് അസംഷൻസ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്, പിന്നെ മോഡിഫൈങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ടൊരു കാര്യം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അപ്പോൾ ഇതുപോലെ അക്കൗണ്ടിങ്ങിലൊന്നുണ്ട്, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു ഫുട്ബോൾ മാച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫുട്ബോൾ മാച്ചിന് ഫിഫയുടെ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം, അല്ലേ? അതുപോലെ അക്കൗണ്ടിങ് കാര്യങ്ങൾ ആക്യുറേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതെന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മേ ബി ഡിഫൈൻഡ് ആസ് those rules and procedures which are adopted by the accountant universally in recording the accounting transactions. These principles are usually called generally accepted accounting principles. അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസും റെഗുലേഷൻസിനും കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ പേരാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, JAAP എന്ന് പറയാം. അക്കൗണ്ടിങ്ങിനെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് കമ്പാരിസനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് പറയുക, പ്രൊസീജിയറിനെ നമ്മൾ പറഞ്ഞ റൂൾസിനെ അല്ലെങ്കിൽ റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞ പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിന് നമ്മൾ JAAP എന്ന് പറയും. ഇൻ വേർഡ് ഓഫ് A.W. Johnson, accounting principles are the assumptions and rules of accounting and application of these rules, methods and procedure to actual practice of accounting. അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് അസംഷൻസ്, റൂൾസ്, അതുപോലെ ഈ മെത്തേഡ്സ്, പ്രൊസീജിയറൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിയൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അസംഷൻസ് എന്നൊക്കെ പറഞ്ഞ പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓർ ബേസിക് അസംഷൻസ്, സെക്കൻഡ് വണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, തേർഡ് വണ് മോഡിഫൈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓർ ബേസിക് അസംഷൻസ്. To take accounting uniform, objectives, consistent and understandable. The following are the important accounting concepts. അല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബിൽഡിങ് നമ്മൾ ഫോം ചെയ്യണം അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് ബേസിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ വേണം, അല്ലേ? അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി നമുക്ക് എന്ത് വേണം, നമുക്ക് മെറ്റീരിയൽസ് വേണം, അല്ലേ? അതുപോലെ അക്കൗണ്ടിങ്ങിന് ബേസിക്കായിട്ട് കുറച്ച് അസംഷൻ ഉണ്ട്. ആ അസംഷൻ്റെ ബേസിലാണ് എന്താണ് അക്കൗണ്ടിങ് എന്ത് ചെയ്യണത്, നിന്ന് പോകുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കുക, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ് ഒന്നാമത്തെ അസംഷന്. എന്താണ് ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? അല്ലേ? നമുക്കറിയാം, അക്കൗണ്ടിങ്ങും അതുപോലെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു എന്തെങ്കിലും ഓണർ ഉണ്ടായിരിക്കും. ആ ഓണറായിരിക്കും എന്ത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും എന്ത് പറയണത്, ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഓണറും ബിസിനസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ഓണർ ഒരു 1000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1000 രൂപ ബിസിനസ്സിലേക്ക് അയാൾ കൊടുക്കേണ്ട എമൗണ്ടാണ്. അല്ലാതെ ബിസിനസ്സിന് എൻ്റെ ക്യാഷാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തം ഇഷ്ടത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണറും ബിസിനസ്സും എന്താണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടാമത് നോക്കാം, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അല്ലേ? ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മണി അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് പണത്തിൻ്റെ രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. ഒരാൾ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. അയാൾക്ക് കൊടുക്കുന്ന സാലറി മേ ബി അല്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മൂന്നാമത്തെ. അല്ലേ? ബിസിനസ് എന്താണ്, അപ്പോൾ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാൾ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ബിർള അല്ലെങ്കിൽ ടാറ്റ അവരെന്ത് ചെയ്ത്, അല്ലെങ്കിൽ അംബാനി, അല്ലേ? ധീരുഭായ് അംബാനി ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത്
അയാളെ മരണശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അയാളെ മക്കളായിട്ടുള്ള അനിൽ അംബാനി അല്ലെങ്കിൽ മുകേഷ് അംബാനി ആ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി അവരുടെ കാലശേഷം എന്ത് ചെയ്യും, അടുത്ത ജനറേഷൻ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ അല്ലെങ്കിൽ ഓണർ ആഡ് ആവുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമെങ്കിലും എന്തെങ്കിലും ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് പോകും. ദെൻ ഫോർത്ത് വൺ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് അല്ലേ. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ട്. നമ്മൾ പറയാം ഒരു ഇയർ ആണെങ്കിൽ ജാനുവരി ടു ഡിസംബർ വരെയാണ് നമ്മൾ സാധാരണ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നാൽ അക്കൗണ്ടിങ്ങിലെ പീരീഡ് എന്താണ്, ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പീരീഡ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് നോക്കുക, കോസ്റ്റ് കൺസെപ്റ്റ് അല്ലേ. അഞ്ചാമത്താണെന്ത്, കോസ്റ്റ് കൺസെപ്റ്റ് അല്ലേ. നമ്മളിവിടെ ആക്ച്വലി അക്കൗണ്ടിങ്ങിൽ എത്രയാണോ കോസ്റ്റ് അല്ലെങ്കിൽ എത്രയാണോ ചിലവ് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ആഡ് ചെയ്യണത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ ആക്ച്വൽ ഫിഗർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ഫിഗർ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ആക്ച്വൽ ഫിഗർ ആയിരിക്കും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക അക്കൗണ്ടിങ്. ദെൻ ആറാമത്തെ ഡുവൽ ആസെപ്റ്റ് കൺസെപ്റ്റ്. നമുക്കറിയാം എന്തുണ്ട്, അക്കൗണ്ടിങ്ങിന് ഡുവൽ ആസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട് അല്ലേ. ഡുവൽ ആസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് അതിനെ പറയാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്കൊരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് തന്നെയാണ് എന്താ ഡുവൽ ആസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാൾക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് കിട്ടി എന്നും കൊടുത്ത ആളെ എന്ത് ക്യാഷ് പോയി എന്നും നമുക്കറിയാം അല്ലേ. 2 എഫക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ഡുവൽ ആസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ദെൻ ഏഴാമത്തെ റിയലൈസേഷൻ കൺസെപ്റ്റ് അല്ലേ. റിയലൈസേഷൻ കൺസെപ്റ്റിൽ നമ്മൾ പറയണത് എപ്പോഴാണോ നമുക്ക് ആക്ച്വലായിട്ട് ക്യാഷ് കിട്ടിയിട്ടുള്ളത് അതാണ് എന്ത് ചെയ്യുക, നമ്മൾ റിയലൈസേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലേ. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ സെയിൽസ് ഈസ് മെയ്ഡ് ഓർ സെയിൽസ് ഈസ് റെൻഡേർഡ് ടു കസ്റ്റമർ installment sales. This means the revenue realization does not necessarily mean the revenue must be realized in ക്യാഷ്. ആക്ച്വലി എപ്പോഴാണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ഒക്കെ മാച്ചിങ് കൺസെപ്റ്റ് അല്ലേ. എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടിങ്ങിലെ എല്ലാ കാര്യങ്ങളും മാച്ച് ആയിക്കൊണ്ടിരിക്കണം അല്ലേ. ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് പോയതായിട്ട് കാണിക്കണം, അവിടെ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കണം. അതെന്താണ്, ഒരു മിസ് മാച്ച് ഉണ്ടാകാൻ പാടില്ല, കറക്റ്റ് മാച്ച് ആയിരിക്കണം. നെക്സ്റ്റ് നോക്കുക, അക്രൂവൽ concept. According to the accrual concept, the total income earned and the total expense incurred during the current period are taken into account irrespective whether incomes are received or expenses are paid. The accrual concept പ്രകാരം ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് മേ ബി എന്തായിക്കൊള്ളണം എന്നില്ല, ആസെപ്റ്റ് ആയിക്കൊള്ളാം എന്നില്ല. അത് ഇൻകം അക്രൂ ആയിട്ടുണ്ടെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തായിരിക്കണം, അക്രൂവൽ കൺസെപ്റ്റിൻ്റെ ബേസാണ്. നെക്സ്റ്റ് നോക്കുക, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് അല്ലേ. നമുക്കറിയാം എല്ലാ ബിസിനസ് സ്ഥാപനത്തിനും എന്തുണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, അസംഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ അസംഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഒന്ന് നോക്കാം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡുവൽ അസെറ്റ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ച് കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും അതിൻ്റെ ഓണർ എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് പോകും, അതിൻ്റെ ഓണേഴ്സ് മരിച്ചാലും പുതിയ ആൾ ആഡ് ചെയ്താലൊക്കെ. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്നാൽ അക്കൗണ്ടിങ്ങിന് ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ട്, ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണ്. ദെൻ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡുവൽ ആസെറ്റ് കൺസെപ്റ്റ് എന്നാൽ ഡെബിറ്റും ക്രെഡിറ്റും ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് പറഞ്ഞാൽ മിസ് മാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷനൊക്കെ മാച്ച് ആവണമെന്നുള്ളതാണ്. അക്രൂവൽ കൺസെപ്റ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അതിൻ്റെ ബേസിൽ അക്രൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ ബിസിനസ്സിന് ഒരു ഫിക്സ്ഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ്. ദെൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻ രണ്ടാമത്താണ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ കസ്റ്റംസ് and traditions followed in the preparation of accounting statement. These guidelines
accounts while preparing accounting statement. These are general rules practice formulated out of the customs, usage and traditions. These have been evolved over the years. The following are the main convention. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞത്. അത് നമുക്ക് 4 ഫോമിലുണ്ട്. കൺവേർഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവേർഷൻ ഓഫ് കൺവേർട്ടിസം, കൺവേർഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവേർഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഫസ്റ്റ് ഒന്ന് നോക്കാം, കൺവേർഷൻ ഓഫ് കൺസിസ്റ്റൻസി. നമുക്കറിയാം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫോളോ ചെയ്യുള്ളൂ. അതായത് ഒരു വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ പല രീതിയിലുള്ള ഡിപ്രീസിയേഷൻ ഉണ്ട്. ഫിക്സ്ഡ് മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ആനുവൽ മെത്തേഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം ഫിക്സ്ഡ് മെത്തേഡാണ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ വർഷം ഫിക്സ്ഡ് മെത്തേഡാണെങ്കിൽ അടുത്ത വർഷം ഫിക്സ്ഡ് മെത്തേഡ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഇയറിൽ ഫിക്സ്ഡ് മെത്തേഡ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. ഫ്യൂച്ചറിൽ എന്തുണ്ടാവില്ല, ഒരു ചേഞ്ചസും വരുത്തൂല. അതാണ് കൺവേർഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്ലേ. അത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, അതന്നെ ഫോളോ ചെയ്യും. അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ കൺവേർഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫെൻസീവ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോക്ട്രൈൻ ഓഫ് ഓക്കെ. രണ്ടാമത്തെ നമുക്ക് പറയാം ഇവിടെ കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ഓക്കെ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിഫെൻസീവ് അക്കൗണ്ടിങ് മെക്കാനിസം അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് ഒക്കെ വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ എടുക്കുന്ന നമ്മൾ പ്രൊവിഷൻസ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻഷുറൻസ് ഒക്കെ എടുക്കാറില്ല അല്ലേ. ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? നമുക്ക് ആക്സിഡൻ്റ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഡിപ്രീസിയേഷൻ അല്ലേ, ഒരു മെഷീന് ഡിപ്രീസിയേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിപ്രീസിയേഷൻ്റെ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെബ്റ്റേഴ്സിനെതിരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു എമൗണ്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞ പേരാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, കൺവേർഷൻസ് ഓഫ് മെറ്റീരിയാലിറ്റി അല്ലേ. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മെറ്റീരിയാലിറ്റിയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണുള്ളൂ. പഴയ മെത്തേഡാണ് കേട്ടോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇഗ്നോറൻസ് ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോറൻസ് ചെയ്യാറുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ ലോസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഇതാണ് കൺവേർഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞത്. ദെൻ ഫോർത്ത് വണ് കൺവേർഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെയിൽസിൻ്റെ ഒരു കാര്യമാണെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അവിടെ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഡിസ്ക്ലോഷർ. ഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് കൺവെൻഷനിൽ ഒന്നാമത്തെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, പഴയ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് വെക്കുക. പുതിയതൊന്നും എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു സിറ്റുവേഷൻ. രണ്ടാമത് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അൺസർട്ടനിറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെതിരെ പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ അതുപോലെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റേഴ്സിനെതിരെ എടുക്കുന്ന പോലെ. ദെൻ കൺവേർഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ കൺവേർഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഫുൾ അതായത് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. ദെൻ തേർഡ് വൺ modifying accounting principle. These are certain accounting principles which can be slightly modified by different accounts according to their situations or requirement of the business. Such principles are called modifying principles. അപ്പോൾ modifying principles എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പ്രിൻസിപ്പളി നമ്മൾ കസ്റ്റംസ് ചെയ്യുക.
നമുക്ക് പ്രിൻസിപ്പൾസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ സിറ്റുവേഷൻസ്, നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ച്, നമ്മളെ സാഹചര്യത്തിന്, അതുപോലെ നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രിൻസിപ്പൾസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പറഞ്ഞ പേരാണ് മോഡിഫൈയിങ് പ്രിൻസിപ്പൾസ് എന്ന് പറഞ്ഞത്. അത് ഇൻഡസ്ട്രി പ്രാക്ടീസ്, സബ്സ്റ്റൻസ് ഓവർ ഫോം, ടൈംലെസ് പ്രിൻസിപ്പൾസ്, കോസ്റ്റ് ബെനിഫിറ്റ് പ്രിൻസിപ്പൾസ് എക്സെട്ര എങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ മോഡിഫൈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയാം അക്കൗണ്ടിങ് നമ്മുടെ നീഡ്സിന്, അല്ലെങ്കിൽ നമ്മളെ വാണ്ട്സിന്, അല്ലെങ്കിൽ നമ്മളെ റിക്വയർമെൻറ്റ്സിന്, അതുപോലെ നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മളെ പ്രിൻസിപ്പിൾസിൽ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തുന്ന പറഞ്ഞ പേരുണ്ട് മോഡിഫൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.